വൈറ്റില ബസ് ടെർമിനൽ നിർമ്മാണത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം. പദ്ധതിയുടെ നടത്തിപ്പിനായി മുഖ്യമന്ത്രി ചെയർമാനായുള്ള സൊസൈറ്റി രൂപീകരിക്കാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമായാൽ കൊച്ചിയുടെ സ്വപ്ന പദ്ധതിയിലേക്ക് ഇനി ഏറെ അകലമില്ല. 121 കോടി രൂപ മുതൽ മുടക്കിൽ വൈറ്റിലയിൽ ആധുനിക ബസ് ടെർമിനൽ നിർമ്മിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലാകും നിർമ്മാണം. ഇതിനായി പ്രത്യേക സൊസൈറ്റി രൂപീകരിക്കും. മുഖ്യമന്ത്രിയായിരിക്കും സൊസൈറ്റിയുടെ ചെയർമാൻ. സൊസൈറ്റിയുടെ ദൈനംദിന നടത്തിപ്പിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. മുഖ്യമന്ത്രി ചെയർമാനായി കേരള സർക്കാരിന്റെ പരിപൂർണ ഉടമസ്ഥതയിലുള്ള ഒരു സൊസൈറ്റിയും സൊസൈറ്റിയുടെ ദൈനംദിന നടത്തിപ്പ് കാര്യങ്ങൾക്കായി ചീഫ് സെക്രട്ടറി ചെയർമാനായ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചു. നടപടിക്രമങ്ങൾ പുരോഗമിപ്പിക്കാൻ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ജില്ലാ ഭരണകൂടം. കൃഷിവകുപ്പിന് സ്ഥലം കൈമാറുന്നതുൾപ്പെടെയുള്ള ജോലികൾ ഇനി വേഗത്തിലായേക്കും. ഇതിനായി GCDയുടെ കീഴിലുള്ള സ്ഥലം ഉപയോഗിക്കാനാണ് നിലവിലെ തീരുമാനം. മന്ത്രിസഭയുടെ കൂടി ഉറപ്പ് ലഭിച്ചതോടെ പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചുകൂടി ചർച്ച ചെയ്ത് നിർമ്മാണം കഴിയുന്നതും വേഗം ആരംഭിക്കാനാണ് അധികൃതരുടെ ശ്രമം. മനോരമ ന്യൂസ്.